belief without God. ആദ്യമേ തന്നെ എനിക്ക് നന്ദി പറയാനുണ്ട്. എസൻസ് ഗ്ലോബൽ കാനഡയിലുള്ള ഭാരവാഹികൾ, അവർക്ക് നമ്മൾ നന്ദി പറയുന്നു. അതിനോടൊപ്പം തന്നെ I would like to, I know many people would not be so thankful, but I would like to start by acknowledging that the city of Brampton, located on the traditional territory of Mississauga, of the Credit and the Haudenosaunee and the Wendat Nation, who have cared for this land for generations. So we have to give thanks. Like when I walked into this room, people greeted me. They shook my hand. That's a show of respect and thanking me, and I'm thanking you, and I'm thanking them. So I thank this land. So our sacred assumptions, നമുക്ക് കുറേ പവിത്രമായ, കുറേ ശ്രേഷ്ഠമായ കുറേ വിശ്വാസങ്ങൾ നമുക്കുണ്ട്. Behind society, science, and state. Now, assuming that I am an alien, just imagine that I am an alien. ഞാനൊരു അന്യഗ്രഹി ജീവിയാണ്. ലൈക്ക് നമ്മുടെ PK. നിങ്ങളാരെങ്കിലും അമീർ ഖാൻ്റെ സിനിമ കണ്ടിട്ടുണ്ടാവില്ല, PK. ഹി കംസ് ടു അവർ പ്ലാനറ്റ്, എന്നിട്ട് ഇതെല്ലാം കാണുന്നു. ഇവിടുത്തെ മനുഷ്യർ ജീവിക്കുന്നത്, ഇവരുടെ വിശ്വാസങ്ങൾ, ഇവരുടെ നിയമ സംവിധാനങ്ങൾ, ഇവരുടെ ആചാരക്രമങ്ങൾ, ഇതെല്ലാം കണ്ടിട്ട് ഹീസ് ഷോക്ക്ഡ്, റൈറ്റ്? അങ്ങനെ ഒരു ഏലിയനായിട്ട് നിങ്ങൾ എന്നെ കാണുക. Because I'm going to look at you now. I'm going to be purely objective. Do you know the meaning of objective? Objective എന്ന് വെച്ചാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ലോകത്തെ വീക്ഷിക്കുന്നു. അപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ എനിക്കിവിടെ വന്ന് കാണാൻ പറ്റുന്നത് ആസ് എൻ ഏലിയൻ, ഒരു ഭാഗത്ത് കുറേ വിശ്വാസങ്ങൾ, മറുഭാഗത്ത് കുറേ ആധുനിക മനുഷ്യർ. അവർ ഈ വിശ്വാസങ്ങളെല്ലാം ചുരുക്കി അവരുടെ വിശ്വാസങ്ങളെല്ലാം ദൈവം എന്ന് പറയുന്ന ഈ സാങ്കല്പിക കെട്ടുകഥകൾ, അവരുടെ ഡിയറ്റീസ്, ഓൾ ദിയർ സൂപ്പർസ്റ്റിഷൻസ്, അതിനെയൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ദെൻ വി ഹാവ് ദിസ് ബിഗ് ബണ്ടിൽ ഓഫ് ബിലീഫ്സ് that you all are still holding on to dearly. Right? Shocked? Do you believe in currency, in paper money? Do you? You have money, you have credit cards, right? Nod your heads. Do you believe in borders? ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കാനഡയിൽ നിന്ന് അമേരിക്കയിൽ പോകുമ്പം അവിടെ ചെക്ക് പോസ്റ്റിൽ വളരെ പോയി നിന്ന് പാസ്പോർട്ട് കൊടുത്ത് $6 കൊടുത്ത് പോകുന്നില്ലേ? യു ബിലീവ്, യു ഡോണ്ട് കംപ്ലൈൻ അബൌട്ട് ദാറ്റ്. അവിടുന്ന് വിസ അടിച്ച് ഇങ്ങോട്ട് വരുന്നില്ലേ? PR വേണ്ടി കാത്തു നിൽക്കുന്നില്ലേ? യു ബിലീവ് ഇൻ മാരേജ്. യു ബിലീവ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാരേജ്. യു ബിലീവ് ഇൻ ലോസ്. അതുകൊണ്ട് ഇപ്പോൾ വില്ലൊക്കെ വായിച്ച് മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചിടണോ, കത്തിക്കണോ, പുഴുങ്ങി തിന്നണോ, അല്ലേ? യു ഡിഡ് ഓൾ ദാറ്റ്. യു ഹാഡ് നോ ക്വസ്റ്റ്യൻസ്, റൈറ്റ്? And you believe in human rights, gender equality. You do, right? Those are beliefs. They are not objective. പട്ടിക്കും പൂച്ചയ്ക്കും കാനഡ ഗൂസിനും മൂസിനും മീസിനും ഇതുണ്ടോ? They don't. Social contracts. You have subscribed to these social contracts. നിങ്ങളുടെ സൊസൈറ്റി ഹാസ് എഗ്രീഡ്, നമ്മൾ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ we have to agree to these contracts. We need to agree to have transactional instruments, currency, right? We need to have laws. We need to സഹവർത്തിത്തോടു കൂടി സഹകരിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. ആ സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അപരിചിതരായ കുറേ മനുഷ്യർ വന്നിരിക്കുന്നു. ഹൗ ഇസ് ദാറ്റ് പോസിബിൾ, റൈറ്റ്? പട്ടിക്കും പൂച്ചയ്ക്കും കാനഡ ഗൂസിനും മൂസിനും മീസിനും അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. But we are a species and we have gathered here. I don't know any of you people. Most of you people don't even know me. But we are sitting here. And that is a social contract. We're going there. Wait, hang on. He's surprised. Now, so beyond religion, ഈ സോഷ്യൽ കോൺട്രാക്റ്റ് അനുസരിച്ചാണ് നമ്മൾ ഹയർ സ്റ്റഡീസിന് പോകുന്നത്. പട്ടിയും പൂച്ചയും അത് ചെയ്യുന്നില്ല. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് കറൻസിയുടെ ആവശ്യമില്ല. അവർക്ക് ക്രെഡിറ്റിൻ്റെ ആവശ്യമില്ല.
ഇന്ന് കഴിക്കുന്നു, ഇന്ന് മരിക്കുന്നു. നാളെ മരിച്ചു പോയാൽ എവിടെ കുഴിച്ചിടുമെന്ന് അവർ ചിന്തിക്കുന്നില്ല. ആരെങ്കിലും തിന്നുകൊണ്ട് പോകും. പക്ഷെ നിങ്ങളുടെ ശരീരം എന്ത് ചെയ്യണം? ആചാരം പറ്റില്ല. ഓഹോ, ഞാൻ മതമെല്ലാം വിട്ട ആളാണ്, എനിക്ക് മതത്തിലൊന്നും താല്പര്യമില്ല, പക്ഷേ എൻ്റെ ശരീരം, എൻ്റെ എസൻസ് ഇവിടെ നിൽപ്പുണ്ട്, എൻ്റെ ശരീരം ഇവിടെ തന്നെ ഉണ്ട്, അതെന്ത് ചെയ്യണമെന്നുള്ളൊരു വേവലാതി എനിക്കുണ്ട്. ദാറ്റ് മീൻസ് യു ബിലീവ് ഇൻ യുവർ കണ്ടിന്യൂവേഷൻ. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഓണർഷിപ്പിലേക്ക് നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമുണ്ട്. നിങ്ങളുടെ ശരീരം നിങ്ങളുടേതല്ല. ദാറ്റ് ബിലോങ്സ് ടു ദിസ് ലാൻഡ്. യു ഏറ്റ് ഫ്രം ദിസ് ലാൻഡ്, ലീവ് ഇറ്റ്. ലെറ്റ് സംബഡി ബോദർ വിത്ത് ഇറ്റ്. ഇറ്റ്സ് അതർ പീപ്പിൾസ് പ്രോബ്ലം. ഇറ്റ്സ് നോട്ട് യുവർ പ്രോബ്ലം. Is it your problem what happens to you when you're gone? It's their problem. പട്ടിക്കും പൂച്ചയ്ക്കും കാനഡ ഗൂസിനും ഇതൊരു പ്രശ്നമല്ല. അവർക്ക് രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം, എവിടെ വേണമെങ്കിലും ആർക്ക് വേണോ അവരെ തിന്നാം, അവർക്ക് എന്തിനേയും തിന്നാം. ഇന്ന് ഞാൻ പ്രീവിയസ് സ്ലൈഡിൽ മ്യൂസിയത്തിൽ പോകണമെങ്കിൽ എൻ്റെ സംസ്കാരം, എൻ്റെ മനുഷ്യരുടെ സംസ്കാരം കാണണമെങ്കിൽ ഞാൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് ട്രാൻസാക്ഷൻ കൊടുക്കണം. ബിലീഫ്. The whole system is built upon beliefs. You are burdened with belief more than the tribal who worships the cargo, the cargo cult. വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവനുള്ളതിനേക്കാളും വിശ്വാസങ്ങൾ നിങ്ങൾ കൊണ്ട് നടക്കുന്നു. But what is the difference? Let's look at some of the, just a quick list. ഞാൻ വളരെ പെട്ടെന്ന് ഓടിച്ചു പോവുകയാണ്. You believe in weekend. Why do you believe in weekend? What is this weekend that you talk of? 5 ദിവസം ജോലി, 2 ദിവസം വിശ്രമം. ആര് പറഞ്ഞിട്ട്? 365.24 days, right? But why do you have 365 days? What is objective? The objective fact is there is day and night. I can see day and night, right? You can see day and night. But can you see Sunday, Monday? Why these 7 days? But you have no questions. You have no questions. You accept it. You believe it. Because we have a social contract. Because you have to go to work. ജോലിക്ക് പോകണം, വീട്ടിൽ വരണം, വെക്കേഷന് പോകണം. You are burdened with belief. Don't ever say you are not a believer. And there are more moral constructs. Human rights, justice, equality, equity, freedom, ethics, language, grammar. We have പട്ടിക്കും പൂച്ചയ്ക്കും കാനഡ ഗൂസിനും ഇതില്ല. അവർക്ക് ഭാഷയുണ്ട്, അത് ലോക്കലൈസ്ഡ് ആണ്. അതിലേക്ക് വരാം. മെഷർമെൻറ്റ് യൂണിറ്റ്സ്. വാട്ട് ഇസ് ദിസ് മെഷർമെൻറ്റ് യൂണിറ്റ്സ് ദാറ്റ് യു ടോക്ക് ഓഫ്? 1 മില്ലിമീറ്റർ, 1 ഇഞ്ച്. പട്ടിക്കും പൂച്ചയ്ക്കും മനസ്സിലാവുമോ? ഒരു കഷ്ണം മീനെടുത്ത് പൂച്ചയ്ക്ക് കൊടുത്താൽ അത് തിന്നും. ഒരു കഷ്ണം മീൻ ഞാൻ ടോമിക്ക് കൊടുത്താൽ ടോമി സെബാസ്റ്റ്യൻ അത് കഴിക്കും, അല്ലേ? കഴിക്കുമോ? 1 കിലോ, ഒരു $10 എടുത്ത് പട്ടിക്കും പൂച്ചയ്ക്കും കാനഡ ഗൂസിനും കൊടുത്താൽ കഴിക്കുമോ? എന്ത് ചെയ്യും? അതിൻ്റെ പുറത്ത് അപ്പി ഇട്ടിട്ട് അത് നടന്നു പോവും. ബട്ട് യു വിൽ പിക്ക് ഇറ്റ് അപ്പ്. അപ്പി ഉണ്ടെങ്കിലും യു വിൽ പിക്ക് ഇറ്റ് അപ്പ്, അല്ലേ? എന്താ കാരണം? Because there is an intrinsic value to currency that goes beyond, that doesn't go beyond your species. That goes beyond the comprehension of the animals, the non-humans, as we would like to call them now. Yeah, they're non-humans. So we are burdened with belief. So who is this Adhunika Manishan? Who is this modern man that you speak of? The modern man is burdened. He is burdened with the scaffold of the foundation of this society. ഈ സൊസൈറ്റിയുടെ മൊത്തം ഫ്രെയിം വർക്ക് നിൽക്കുന്നത് നേരത്തെ പറഞ്ഞ സാധനങ്ങളാണ്. എന്തൊക്കെയാണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ തിയോക്രാറ്റിക് സൊസൈറ്റി? ഒരു തിയോക്രാറ്റിക് സൊസൈറ്റിയുടെ വ്യത്യാസങ്ങൾ എന്താണ്? അവരുടെ എല്ലാം ആരോ ഏതോ കഥകളിൽ നിന്ന് പറയുന്നു. ഇതാണ് നമ്മളിവിടെ നിരീശ്വരവാദികൾ, നിങ്ങളെപ്പോലുള്ള നിരീശ്വരവാദികൾ പറയുന്നത്. എന്താണ്? ഡിവൈൻ മിത്സ്, ഡോഗ്മാസ്, ട്രഡിഷൻസ്, ആൻസെസ്ട്രൽ കൾച്ചർ. ആൻഡ് ദ മോഡേൺ സിവിൽ സൊസൈറ്റി, reason, philosophy, legal codes, human rights. Still,
You can't prove them objectively. It's all in your collective minds. This story is accepted in your minds. But think of the Sentinel Islanders. Think of the islanders in Andaman and Nicobar. അവരുടെ അടുത്ത് ഇത് പറയില്ലല്ലോ. അവരോട് പോയി നിങ്ങൾ പറയൂ ഫിലോസഫി, റീസൺ, ഹ്യൂമൻ റൈറ്റ്സ്. ഇല്ല, എൻ്റെ പ്രോപ്പർട്ടിയിൽ വന്നാൽ അമ്പ് ചെയ്ത് കൊന്ന് നിന്നെ തിന്നുകയും ചെയ്യും ചിലപ്പോൾ മിക്കവാറും. And you will be okay with that because they have not subscribed to your belief system, right? We don't have a problem because they are tribals. Can I have a bottle of water if you don't mind? I apologize, guys. So they have not subscribed to your belief system. And it cannot be objectively proven. Can you prove any of these things? Can anybody prove any of these things? It's all in your mind. You have accustomed yourself to accept them as axiomatic. No questions asked. A point has no length and breadth. Let's start from there. It's axiomatic. Right? ക്ലാസിക്കൽ തിയോക്രാറ്റിക് സൊസൈറ്റിയിൽ എങ്ങനെയാണ് മോറൽ പില്ലേഴ്സ് നിൽക്കുന്നത്? ഞാനൊരാളിനെ കൊന്നവനെ കൊല്ലുക. ഇപ്പോൾ യമനിൽ നടക്കുന്നുണ്ടല്ലേ, യമനിൽ വാട്ട്സ് നെയിം, നിമിഷപ്രിയ. So, that level, we don't like that, right? What do we do instead? We have justice, we have fairness, we have incarceration. We believe in human rights. Therefore, we cannot kill the person. So this is different. This is a more inclusive society. There could be various reasons. We attribute the crime to our own social ills. നമ്മുടെ സൊസൈറ്റിയുടെ, നമ്മുടെ സമൂഹത്തിൻ്റെ അതിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ് ഈ കൊലപാതകം. അങ്ങനെ നമ്മൾ കാണുന്നത് കൊണ്ടാണ് നമുക്ക് അയാളെ കൊല്ലാൻ പറ്റാത്തത്. കൊന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അയാളെ തിരിച്ചു കൊണ്ടുവരും? ഇപ്പം നിയമം മാറിയാൽ എന്ത് ചെയ്യും? ഇപ്പോൾ DNA എവിഡൻസ് വന്നു, ഇപ്പോൾ വെറുതെ അയാളെ കൊന്നു കളഞ്ഞു, കൊണ്ടുവരാൻ പറ്റില്ല. ഇറ്റ്സ് എ ബെറ്റർ ഐഡിയ. ദാറ്റ്സ് വാട്ട് യു സേ, റൈറ്റ്? ബട്ട് യു ആർ ബെറ്റർ. ഹൗ ആർ യു ബെറ്റർ ദാൻ ദം? വി ആർ കമ്മിങ് ടു ദാറ്റ്. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്, ഇയാൾ കുറേ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ നമ്മളെല്ലാം വിശ്വാസികളാണ്. ബട്ട് യു ആർ ബെറ്റർ. ഹൗ ആർ യു ബെറ്റർ? Theocratic societies believe in honor, purity. Are you pure? Your race, are you pure? Are you a man from this land? No, you are different. You're not pure because I came here before you did. Therefore, I am purer. Little bit purer. ഈ വിധത്തിൽ നമ്മൾ പ്യൂരിറ്റി അന്വേഷിച്ച് പോകുന്നവരാണ് തിയോക്രാറ്റിക് സൊസൈറ്റി. Now, things are happening in people's minds. ശരിയാണല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു ചെറിയ തോന്നലുകളൊക്കെ ഉണ്ട്, നിരീശ്വരവാദിയാണ്, പക്ഷേ ഈ വിശ്വാസങ്ങളൊക്കെ ഞാനും കൊണ്ട് നടക്കുന്നുണ്ട്. പ്യൂരിറ്റി, ഓണർ. But in a more progressive society, we see equity, live and let live, opportunity, fraternity, independence, autonomy. There is no independence in the theocratic society. It could be theocratic, it could be communist, it could be fascist, you name it. അതെല്ലാം ഈ ചട്ടക്കൂട് ഡോഗ്മയിൽ വരുന്നതാണ്. അനങ്ങാൻ അനുവദിക്കില്ല. വെവ്വേറെയുള്ള ചിന്തകളില്ല. യു ഡ്രസ് ഇൻ ദ സെയിം വേ. മാവോയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ഒരേ രീതിയിൽ വസ്ത്രം ധരിക്കുക, ഒരേ രീതിയിൽ സൈക്കിൾ ചവിട്ടുക, മുടി ഒരേ രീതിയിൽ വെട്ടുക. യു ഹാവ് ദ സെയിം ഹെയർ കട്ട്. യു കനോട്ട് ബി എ ലിറ്റിൽ ഡിഫറെൻറ്റ്. നോ ഇൻഡിവിജ്വൽസ്. ഇറ്റ്സ് ദ ഗ്രൂപ്പ്. So the authority, where does this authority come from? In a theocratic society, it's a very, very insular, exclusive club. Gnanaya Sabha, Islam, Christianity, Brahmanan, exclusive club. You know, we are pure. And it is ordained by divine mandate. ദൈവം നമ്മളെ ഇങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാം വെവ്വേറെ. That is theocratic society. And kings, who are these kings? They have been given mandate by some silly woman in a pond, shoving a knife up, and then he picks up the knife. I'm talking about King Arthur here. And he, takes a sword from her hand. I think he picks it up from a rock. And then he becomes the king. King Arthur becomes the king of England. അയാൾക്ക് ആ മാൻഡേറ്റ് കിട്ടി. നമ്മൾ തിരുവനന്തപുരത്ത് മഹാരാജാവ് എങ്ങനെയാണ് രാജാവായത്? ഇത് ഇങ്ങനെയുള്ള കെട്ടുകഥകളുടെ പുറത്താണ്.
modern civil society. We have amendable constitution. Amendable in green colors. വളരെ ബുദ്ധിമുട്ടിയാണ് അത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. Green color. Why? Because you can change. I don't like this law. Information Technology Act 66A, not good. Let's get rid of it. Yeah? Article 370, not good. Let's get rid of it. We can add, subtract, modify, annex, because you as a society believe in a different story, more inclusive story, and not an exclusive story. So it's only a matter of inclusion. Anybody can join that team. You can't join the other team. You have to be of a different group, a different class, of a different birth. That is the only difference. So, tribal religious institutions, that's what they have. They have exclusive, not inclusive, exclusive tribal institutions. Oh, is your foreskin snipped? Do you have a snipped foreskin? If you do, then you may enter. Otherwise, I'm sorry, you don't qualify. ഈ വിധത്തിൽ നമ്മളുടെ ജനനേന്ദ്രിയത്തിൻ്റെ തുമ്പ് നോക്കിയിട്ട് you can get in or get out. So very arbitrary. ഇവിടെ അതൊന്നുമില്ല. Everybody is welcome. Everyone is welcome. So, ഇതാണ് ആധുനിക മനുഷ്യൻ. ഏത് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് മോഡേൺ സിവിൽ സൊസൈറ്റിയിലുള്ള മനുഷ്യർ. Those who believe, we believe, no evidence, only convenience, because it is better. Because it is better. Accept that. We don't need objective evidence for this. It just makes him and everyone else have the same opportunity. Tribes are small scale. All religions are small scale. They were not supposed to extend beyond that little village, that little tribe. അവരങ്ങനെ ഉണ്ടാക്കി വെച്ചു ചെറിയ ട്രൈബുകൾ, ഒരു പേട്രിയാർക്ക് ആൻഡ് എ മാൻ, not a woman. Sorry, no women, because women menstruate. Men have no other issues. You can have as many wives as possible. As many wives. Biologically, that is true. Women have a very short reproductive cycle. Men don't. So, using that natural cycle, tribes have come into place. Tribes are as good. Therefore, tribes are as good as Pattiyum Poochayum Canada Goosum. Tribes are as good as Pattiyum Poochayum Canada Goosum. No opportunity there. But here you have opportunities. We treat everyone equal. We can treat people equal in spite of their biological differences. In spite of their biological differences. We acknowledge the biological difference. Look at this new belief we have. Oh, madam, you are a bit overweight, I see. Obese. Like 10 years ago, a doctor could say that. Shyam can't say that today. He can't. They would cancel his license, right? No, you can't. So, but we have subscribed to that belief. That's a belief we have subscribed to. It doesn't agree with objectivity. There is no objectivity. Yes, it's not good for your health. നിങ്ങളുടെ ആരോഗ്യത്തിന് ദോഷമാണ്. ഇത്രയും വണ്ണം അതിനെ പെനത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ചങ്കിടിച്ച് ചാവും. ഇത് പറയാൻ ഒക്കില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പറയണം? ബോഡി മാസ് ഇത്തിരി കൂടുതലാണ്. We have to play with semantics. വാക്കുകൾ മാറ്റി റീഡിഫൈൻ ചെയ്ത് പുതിയ വാക്കുകൾ ഉണ്ടാക്കി, ഇല്ലാത്ത വാക്കുകൾ വരെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് so that we can believe and feel comfortable. It's the same thing. So we have formed virtual communities. Tribes cannot make virtual communities. Why is that? They're small. ഞാനൊരു കത്ത് എഴുതിയാൽ എത്ര പേർക്ക് കാണാൻ പറ്റും? കുറച്ച് പേർക്ക് കാണാൻ പറ്റും. ഞാനിവിടെ സംസാരിച്ചാൽ ഈ റൂമിലിരിക്കുന്നവർക്ക് കേൾക്കാം. ഞാനൊരു പുസ്തകം എഴുതിയാൽ ചിലപ്പോൾ ആ നാട്ടിലുള്ളവർക്ക്, ആ ഭാഷയിലുള്ളവർക്ക് വായിക്കാം. Limited to the language. It's limited to the language. But and then something magical happened to your society. What was that? Something extraordinarily magical. Like better than wheel or fire. You had internet. And then everything
changed. You have virtual communities. എങ്ങനെയാണോ ഞാൻ ഇവിടെ വന്നത്, ആരും എനിക്ക് ഇംഗ്ലണ്ടിൽ കത്തയച്ചില്ല, ആരും ഫോൺ വിളിച്ച് സംസാരിച്ചില്ല. Virtually we formed into a congregation. People with different walks of life. എല്ലാവരും ഇവിടെ വന്നു കൂടി. And we can do this on tremendous scale. That is ആധുനിക മനുഷ്യൻ. Not a person who leeches off another person. What is the problem with some ആധുനിക മനുഷ്യർ? ഞാൻ ജോലി ചെയ്യും, നീ ജോലി ചെയ്യും, ഇവൻ ജോലി ചെയ്യും, ബാക്കി എല്ലാവരും ജോലി ചെയ്യും. നിങ്ങളെല്ലാവരും ജോലി, ഞാൻ മാത്രം വന്നിട്ട് പറയും, ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ കിടക്കും, നീ നിൻ്റെ വീട്ടിൽ ഇന്ന് കിടക്കും, അവൻ്റെ വീട്ടിൽ കിടക്കും. അങ്ങനെ കിടന്ന് ഇത് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഈ കുപ്പി വാങ്ങിക്കുമ്പം പറയാൻ പറ്റുമോ എന്നറിയില്ല, എല്ലാവരും പൈസ ഇടും. പൈസ ഇട്ട് ഒരുത്തം പൈസ ഇടില്ല. അവൻ ഒരു കാലത്തും അവൻ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകും. ആധുനിക മനുഷ്യരെ പറ്റിയും പ്രാകൃത മനുഷ്യരെ പറ്റിയൊക്കെ ഭയങ്കര വലിയ ഡയലോഗ് അടിച്ചിട്ട് ഒടുക്കം എന്ത് ചെയ്യാൻ അവൻ നിങ്ങളുടെ കുപ്പിയും മൊത്തം പകുതിയിൽ കൂടുതൽ അവൻ അടിച്ചിട്ട് പോകുമ്പം നിങ്ങൾ എടാ നിന്നെ വലിപ്പിച്ചിട്ടാണ് പോയതവൻ. മനസ്സിലായി? ഈ വലിപ്പിക്കലിൽ ആധുനിക മനുഷ്യനെന്നല്ല പറയുന്നത്, കൃഷി എന്നാണ് ഞങ്ങൾ പറയുന്നത്. യു അണ്ടർസ്റ്റാൻഡ്? It doesn't work in a society. In this society where everyone works hard, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ്, അധ്വാനിച്ച് ജോലി ചെയ്യുന്നവൻ, അവൻ്റെ വിയർപ്പുഴക്കി ഉണ്ടാക്കുന്ന സമ്പാദ്യം വേറൊരുത്തം വന്ന് പണി ചെയ്യാതെ എന്തെങ്കിലും കഥ പറഞ്ഞ് അടിച്ചു മാറ്റുമ്പോൾ അതും കഥയാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ ബിലീഫ്, സെല്ലിങ് യു ദിസ് അമേസിങ് സ്റ്റോറീസ്. പണ്ട് ഇറാഖിലും മെസപ്പൊട്ടേമിയയിലും നിൽക്കാൻ സ്ഥലമില്ലാതെ ഒരു പെട്ടിയുടെ മുകളിൽ പോയി ഇരുന്ന് സംസാരിക്കുന്നവനാണ് പ്രോഫറ്റ്. കഥ പറയുന്നവനാണ് പ്രോഫറ്റ്. അങ്ങനെ കഥ പറഞ്ഞ് അവരെല്ലാവരും പ്രോഫറ്റ്ഹുഡ് കിട്ടുന്നു. There are false prophets and there are bad prophets and there are some good prophets. Ours is a better prophet. Our prophet is a much better prophet because he has got some divine revelations. His revelations are good. How? Because I went to my wife, എന്നിട്ട് അവളുടെ അടുത്ത് പറഞ്ഞു, വലത്തെ തുടയിൽ ഉടുപ്പില്ലാതെ മുണ്ടില്ലാതെ ഇരിക്കുക. എന്നിട്ട് പറഞ്ഞു, ഇടത്തെ തുടയിലും മുടിപ്പില്ലാതെ മുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്താ കാണുന്നത്? What an objective test, amazing test. So he's a better prophet. So theocratic societies is small scale, very small clans. ഈ കഥ എല്ലായിടത്തും എത്തില്ല. അതുകൊണ്ട് ചെറിയ ഇത് പിന്നെ പിരിന്ന് എക്സ്പാൻഡ് ചെയ്യും. ഇതാണ് തിയോക്രാറ്റിക് സൊസൈറ്റിയുടെ കാര്യം. ബിക്കോസ് ദർ ഇസ് നോ സ്റ്റാൻഡേർഡ്, ദർ ഇസ് നോ സ്റ്റാൻഡർഡൈസേഷൻ, നോ ISO 9001, 14001, 27001. കണ്ട പത്രാദികൾക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. എനിക്കിന്ന് ഞാൻ ധ്യാനിച്ച് ഞാനൊരു സാധനം ഉണ്ടാക്കിയെടുത്തു. ആൻഡ് ദേ ആർ ഓൾ സിറ്റി സ്റ്റേറ്റ്സ്, സ്മോൾ. You can't expand them. We can expand it on galactic scale. We can expand it on galactic. Do you know that we have got a Voyager mission? ഒരു പേടകം നമ്മൾ 1970കളിൽ അയച്ചിട്ടുണ്ട്. There are 2 Voyager missions. അതിൻ്റെ അകത്ത് ഹൈഡ്രജൻ്റെ ആറ്റമിൻ്റെ പടം വരച്ചിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്, കുറേ സിമ്പിൾസ് വെച്ചിട്ട്. ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് ഫാക്ട്. നേരത്തെ പറഞ്ഞില്ലേ എത്ര തവണ ഭ്രമണത്തിൽ നമ്മൾ എത്ര നാളെടുക്കുമെന്ന് ചുറ്റാനെന്നുള്ളത്, അത് ഫാക്റ്റാണ്. യു കാൺ ലൈ അബൌട്ട് ദാറ്റ്. ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ്. മറ്റത് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ പുറത്ത് ബിൽഡ് ചെയ്ത കഥകളാണ്. ഓക്കെ, സ്റ്റേ വിത്ത് മീ. സോ modern civil societies don't go in for these nitty-gritty details on divine revelations. We believe in large multi-ethnic nations. Yeah? It's a global network. So this is what you need to understand. You are burdened with belief. And your burden is a better burden to bear. You can bear that burden and spread that news. So your belief is not a bad belief. It is an inclusive belief. I am done. Thank you. ഇത്രയും നേരം പറഞ്ഞത് എല്ലാം ബർഡൻ കൊണ്ട് ഞങ്ങൾ ബർഡനായിരിക്കുകയാണെന്നാണ് പറഞ്ഞു. അപ്പോൾ ഒരു ബർഡൻ മാത്രം ഒഴിച്ചിട്ടിരിക്കുന്നതിൻ്റെ വല്ല പ്രയോജനമുണ്ടോ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഞാനത് മിസ് ചെയ്താണ് തോന്നുന്നത്. ആ ഒരു ബർഡൻ കൂടെ അങ്ങ് ഞാൻ അക്സെപ്റ്റ് ചെയ്തേക്കുന്നല്ലേ നല്ലപ്പോൾ. നമ്മളാകെ ഒരു ബർഡനെ വിട്ടിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ആക്ച്വലി ഈ ബാക്കിയുള്ളതെല്ലാം ബർഡനാണോ അതോ ഒരു സൊസൈറ്റിയുടെ സിസ്റ്റമാണോ? അത് ബർഡൻ ആകുന്നില്ല. നോട്ടിലുള്ള വാല്യൂ അതൊരു ബർഡനോ അല്ലെങ്കിൽ ഒരു ബിലീഫോ ആണെന്ന് പറഞ്ഞാലേ അതൊരു ബിലീഫാണോ അതോ അതൊരു സിസ്റ്റമാണോ? ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അതോടൊരു ചോദ്യമാണ്.
I will answer that. It's a beautiful question. അത് പ്രോബ്ലി എൻ്റെ ലെക്ചറിൽ ഞാൻ മിസ് ചെയ്ത സംഗതിയായിരിക്കാം. അതായത് എങ്ങനെയാണ് ഈ മതങ്ങളുടെ ലൈറ്റായിട്ടൊന്ന് ടച്ച് ചെയ്തത്. ഇതൊരു കോർ സാധനമാണ്. ഈ ജുറിസ്പ്രുഡൻസ്, നമ്മളുടെ നിയമസംഹിതകൾ, നമ്മളുടെ നന്മ തിന്മ തെറ്റ് ശരികളെല്ലാം തന്നെ പേട്രിയാർക്കലായിട്ട് ഹൈറാർക്കിക്കൽ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഒരു ചെറിയ ട്രൈബിന് പറഞ്ഞു കൊടുത്തതാണ്. അതിലുള്ള ചില നന്മ തിന്മകളെല്ലാം ഈ നമ്മുടെ ഗോത്രത്തിലുള്ളവരെ കൊല്ലാൻ പാടില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കണം, അവർ പട്ടിണി കിടക്കരുത്. ഈ നമ്മളെന്ന് പറയുന്നത് അവരുടെ വീക്ഷണത്തിൽ നിന്നും ഈ ലോകത്തുള്ള നന്മകൾ നമ്മളല്ല. ഇറ്റ് ഇസ് നോട്ട് ദ ഫ്രട്ടേണിറ്റി ഓഫ് മാൻകൈൻഡ്, ഇറ്റ്സ് എ ഫ്രട്ടേണിറ്റി ഓഫ് എ ട്രൈബ്. ദാറ്റ് ഇസ് വേർ ദാറ്റ് പ്രോബ്ലം ആണ്. അപ്പോൾ ആ ഒരു എലമെൻറ്റ് ഈ പറയുന്ന ഈ എക്സ്ക്ലൂസിവിറ്റി ഇല്ലേ, ആ എക്സ്ക്ലൂസിവിറ്റി എലമെൻ്റ് എടുത്തങ്ങ് മാറ്റുകയാണ്, എന്നിട്ട് അതിനെ ഇൻക്ലൂസീവ് ആക്കുകയാണ്. ഇൻക്ലൂസീവ് ആക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള കഥകളൊന്നും യൂണിവേഴ്സലി ആപ്ലിക്കബിൾ അല്ല. ഇങ്ങനെയുള്ള കഥകൾ യൂണിവേഴ്സലി ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞാൽ 30 ദിവസം നോമ്പെടുക്കണമെന്ന് പറയുമ്പോഴത്തേക്കും 30 ദിവസം 12 മണിക്കൂറാണോ രായും പകലും എന്നുള്ള ചോദ്യം മെക്കയിലാണെങ്കിൽ വരില്ല. അതേസമയം ഓസ്ലോയിൽ ചെന്നിട്ട് അവൻ്റെ അടുത്ത് പറയാണ്, നീ ഒരു നോമ്പെടുക്കുക, സൂര്യാസ്തമനം മുതൽ നേരം വെളുക്കുന്നവരെ നീ നോമ്പെടുക്കുക, അല്ലെങ്കിൽ നേരം വെളുക്കുന്നത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നവരെ നോമ്പെടുക്കാൻ പറയും. അവൻ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ സമ്മറിലാണെന്നുണ്ടെങ്കിൽ അവൻ തെണ്ടി, പിന്നെ ഒരു 6 മാസം അവന് ഇങ്ങനെ ഒരു നിവൃത്തിയും കാണില്ല, പട്ടിണി കിടന്ന് ചാവും. ഇറ്റ്സ് നോട്ട് യൂണിവേഴ്സൽ. ദീസ് ലോസ് ആർ നോട്ട് യൂണിവേഴ്സലി ആപ്ലിക്കബിൾ, റൈറ്റ്? ഇത്രയേ ഉള്ളൂ കാര്യം. അത് അങ്ങനെ നമ്മൾ ഇതിനെ വി ഹാവ് ഫ്ലാറ്റൻഡ് ദ വേൾഡ്. വി ഹാവ് ഫ്ലാറ്റൻഡ് ദ വേൾഡ്. നേരത്തെ പറഞ്ഞൊരു സാധനമുണ്ട്, ടൈം സ്കെയിൽസ്. വി ബിലീവ് ഇൻ ദാറ്റ്, റൈറ്റ്? വി ബിലീവ് ഇൻ ടൈം സ്കെയിൽസ്. പണ്ട് ടൈം സ്കെയിൽ ഇല്ലല്ലോ. ഈ ടൈം സ്കെയിൽ ഇല്ലാത്ത ലോകത്ത് ഉണ്ടാക്കി വെച്ച മതങ്ങളാണ്. വൈ ഡു വി ഹാവ് ടൈം സ്കെയിൽസ്? ബിക്കോസ് വി വോണ്ട് ടു ഇൻക്ലൂഡ് എവ്രി വൺ. വി നീഡ് ടു ലെറ്റ് എവ്രി വൺ. ഇപ്പം നമ്മൾ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തിനാണ് പരത്തുന്നത്? സോ ദാറ്റ് വി ക്യാൻ ഓൾ വർക്ക് അറ്റ് ദ സെയിം ടൈം. രാത്രിയാണോ പകലാണോ എന്ന് ജനൽ തുറന്ന് നോക്കിയാലേ നമുക്കറിയൂ. അമേരിക്കയിലും കാനഡയിലും പട്ടിക്കും പൂച്ചയ്ക്കും കാനഡ കൂസിന് വിൽക്കില്ല. പട്ടിക്കും പൂച്ചയ്ക്കും ഇൻഷുറൻസ് വിൽക്കുന്നത് ബാംഗ്ലൂരിൽ ഇരുന്നുകൊണ്ട് കാണും. അവൻ എങ്ങനെ ബാംഗ്ലൂരിൽ ഇരുന്നുകൊണ്ട് ഇവർക്ക് ഇൻഷുറൻസ് വിൽക്കാൻ പറ്റും? ബിക്കോസ് ദ വേൾഡ് ഹാസ് ബിക്കം ഫ്ലാറ്റ്. We have flattened it. You have to understand on different levels. Flattening എന്ന് പറഞ്ഞാൽ ടൈം സ്കെയിൽ മാത്രമല്ല, ടൈം സോൺ മാത്രമല്ല. ആ ഫ്ലാറ്റനിങ് ഹാസ് ഓൾസോ occurred because we don't see that difference. Everybody can work. എല്ലാവർക്കും ജോലി ചെയ്യാം, എല്ലാവർക്കും എവിടെ ഇരുന്നുകൊണ്ടും ജോലി ചെയ്യാം. രാജ്യങ്ങൾക്ക് പോലും ഇതില്ല. രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ആ കോൺസെപ്റ്റ് ഇല്ല. ലിറ്ററലി ഈ രാജ്യം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇറ്റ്സ് ഔട്ട്ഡേറ്റഡ്. അതിൽ പറഞ്ഞാൽ ദൈവം നമ്മളെടുത്ത് ഇല്ല, അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതിന് പകരമാണ് ഇത്രയും ഒരു ദൈവത്തിനെ എടുത്ത് കളയുമ്പോൾ അതിനെ സപ്ലാന്റ് ചെയ്യാനായിട്ട്. മറ്റത് ഇൻസ്ട്രക്റ്റീവാണ്. ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം ഇങ്ങനെ പറഞ്ഞു. മറ്റത് അങ്ങനെയല്ല. നമ്മൾ ആ ഫ്ലാറ്റൻ ചെയ്ത് ആ പീക്കിനെ എടുത്ത് നമ്മൾ കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാക്കി, കുറേ നിയമങ്ങൾ ഉണ്ടാക്കി, കുറേ സ്ട്രക്ചർ ഉണ്ടാക്കി. എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കി. 300 പേജാണ്, 300 പേജാണ് നമ്മുടെ ഭരണഘടന. ലോകത്ത് എവിടെ ഇത്രയും ഭരണഘടനയോ ഇത്രയും പേജുകളില്ല. എന്തിനാ ഇത്രയും വലിയ ഇതുണ്ടാക്കിയത്? ഒരു പുസ്തകം കൊടുത്താൽ പോരെ, മനുസ്മൃതി എടുത്ത് വെച്ചോ, കൈവച്ചോ. യു അണ്ടർസ്റ്റാൻഡ്? ഇറ്റ്സ് നോട്ട് ഡിവൈൻലി ഓർഡെയിൻഡ് ബിക്കോസ് വി ദ പീപ്പിൾ ഹാവ് ഡിസൈഡഡ് ദാറ്റ് ദിസ് ഇസ് വാട്ട് വി ലൈക്ക്. It is not, see, you have not realized it. I'm just putting that burden on you. You have not realized it. It's not a burden. Exactly. It's so light because everybody is bearing it. It's not a burden. It's not you who is bearing it. I'm going a little philosophical here, so bear with me. If everyone bears this burden, it is not a burden. It's a pleasure to hold. It's a pleasure to walk with that. It's a pleasure to lead and tell people that this is the best idea that we have, that everyone has the opportunity. I hope I'm not speaking too much in English. I'm sorry. ഇതാണ് എൻ്റെ പ്രസൻറ്റേഷൻ. Any more questions? നമ്മൾ കൾച്ചറിനെ കുറിച്ച് പറയാറുണ്ടല്ലോ. അപ്പം ഈ കൾച്ചർ എന്ന സംഭവം നമ്മൾ ഭയങ്കര പ്രൗഡായിട്ട് കീപ്പ് ചെയ്യേണ്ട സംഭവമാണോ? അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ നിർമ്മിതികളുണ്ടാവില്ലേ? അത് നമ്മളൊരു ജസ്റ്റ് ഒരു ആർട്ട് ഫോമായിട്ട് മാത്രം കാണേണ്ടതാണോ? അതോ അത് നമ്മളെന്താണ് അത് നമ്മൾ എന്താണ് ആൾക്കാർ എന്ന് പറയത്തില്ലേ, വമ്പ് കാണിക്കാൻ പറയത്തില്ലേ, അതിൻ്റെ ഭാഗമായിട്ട് മാത്രം നിൽക്കുന്നതാണോ? Okay, I've answered this on several different ways before, but നമ്മളുടെ കൾച്ചർ, എൻ്റെ കൾച്ചർ, എനിക്ക് എങ്ങനെ വസ്ത്രം ധരിക്കണം. I like colorful clothes. Today I decided not to wear colorful clothes.
എനിക്ക് മുടി ഡൈ ചെയ്യണം, അതെൻ്റെ കൾച്ചറാണ്. നീയും മുടി ഡൈ ചെയ്യണം, നീയും കളർഫുൾ ഷർട്ട് ഇടണം. ഇമ്പോസ് ചെയ്യുമ്പോൾ കൾച്ചർ ബിക്കംസ് എ ബർഡൻ ഓൺ എവറി വൺ. ദാറ്റ്സ് ഇറ്റ്. ലിവ് ആൻഡ് ലെറ്റ് ലിവ്. So everything has got that message has to go throughout. As long as it doesn't infringe upon your freedom to express. I can believe in whatever God I want. In whatever God I want. But when I say that my God is the only God, your God is a false God, and you should not worship that God, that's a problem. That's a problem. When you say that this is the only God, XYZ is the only God and no other God exists, and our uncle is the agent of that God. When they say that, when they keep saying that 5 times or 10 times, whatever, using a microphone and speaker, in a language nobody understands, in a language you guys don't understand, for 1,400 years, when they keep saying that same story to you. That is a problem. And if you decide to leave the club, they will exterminate you. So that is not very nice. That ain't good. Do you want to be a part of that club? So that's what culture is. Culture is like express whatever you want. Express, and you can be proud of it. You can be an individual. You can be a culture of a single person. എൻ്റെ ഭാഷ മാത്രമാണ് ശ്രേഷ്ഠം. നീ നിൻ്റെ ഭാഷ സംസാരിക്കാൻ പാടില്ല. നിൻ്റെ ഭാഷ ചള്ള്, നിൻ്റെ ഭാഷ അയ്യം, എൻ്റേത് മാത്രമാണ്, സംസ്കൃതം മാത്രമാണ് ശ്രേഷ്ഠ ഭാഷ. ഇമ്പോസ് ചെയ്യരുത്. ഒരു സാധനം ഇമ്പോസ് ചെയ്താൽ ഇത് വളരില്ല. എങ്ങനെ വളരും? എന്തെങ്കിലും വളരണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ തനതായ വളർച്ച. ഐ ലൈക്ക് ദ വേ യു ഹാവ് ഡ്രസ്ഡ്, സോ ഐ എം ഗോയിങ് ടു ഇംബൈബ് ദാറ്റ്. You didn't tell me to do that. You didn't tell me to do that. I will take that from you. I will own it. And it becomes my culture. ഇതാണ് കൾച്ചർ. അല്ലാതെ അടിച്ചേൽപ്പിക്കലല്ല കൾച്ചർ. അടിച്ചേൽപ്പിക്കലല്ല ഭാഷാപ്രേമം. നിങ്ങൾ കവിത എഴുതൂ, സാഹിത്യം രചിക്കൂ, സിനിമ ഉണ്ടാക്കൂ. അല്ല, നീ ഇങ്ങനെ സിനിമ എഴുതരുത്, ഇങ്ങനെ ഇത് പറ്റില്ല, ഇങ്ങനെ നീ കഥ എഴുതണ്ട. ദാറ്റ് ഈസ് ഇംപൊസിഷൻ, മാൻ. ലെറ്റ് മീ ഡു വാട്ട് ഐ വാണ്ട്. Thank you. I think we are done.